Hi students, welcome to a new term and also a new lesson number 5. Okay, now let's start the fifth lesson. Fifth lesson is, does it look the same? It's a very simple lesson. Here some shapes and pictures are here. We want to find out its pattern. Okay, here is some, for example, you will paper or sheet അതിനകത്ത് സപ്പോസ് നിങ്ങൾ ഒരു തുള്ളി ഡ്രോപ്സ് ഒരു ഇങ്കിന്റെ ഒരു ഡ്രോപ്സ് ഒഴിച്ച ശേഷം ഈ പേപ്പറിനെ ഫോൾഡ് ചെയ്യുക. ഓക്കെ, ഹൗ ടു ഫോൾഡ് ദിസ് പേപ്പർ? സപ്പോസ് ഇവിടെ നിങ്ങൾ ഒരു ഷീറ്റ് പേപ്പർ, ഇവിടെ നിങ്ങൾ മഷി ഒഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിനെ ഈക്വലി ഫോൾഡ് ചെയ്താൽ, ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ, ഫോൾഡ് ചെയ്തു നിവർത്തി നോക്കുക, എന്തായിരിക്കും കാണുന്നത്? ഇതേ ഇമേജ് തന്നെ ഇപ്പുറത്ത് കാണാം. ഈ മഷി പടർന്നിട്ട് ഏത് രൂപത്തിലായതോ ആ രൂപത്തിൽ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മൾ അതാണ് മിറർ ഇമേജ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ണാടി ഒരു ഷേപ്പ് നോക്കി കഴിഞ്ഞാൽ, അപ്പോൾ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് ഇത് ഫോൾഡ് ചെയ്തു, അപ്പോൾ ഈ മഷി ഇങ്ങനെ 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 സ്പ്രെഡ് ചെയ്ത് അതേ ഈക്വൽ ഷേപ്പിലായിരിക്കും ഇങ്ങനെ 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 ഇവിടെ സ്പ്രെഡ് ആയിരിക്കുന്നത് അല്ലേ? ഇതാണ് മിറർ ഷേപ്പ്, മിറർ ഇമേജ് എന്ന് പറയുന്നത്, മിറർ പാറ്റേൺ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ വീണ്ടും ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാം. ഇവിടെ കൂടെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റൊരു പാറ്റേണിലാവും. ഓക്കെ, അതാണ് ഈ ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് ഇതിനകത്ത് കുറേ അധികം പിക്ചേഴ്സ് കിടപ്പുണ്ട്, കാണുന്നുണ്ടല്ലോ. നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കാം. അതിനകത്ത് ലാസ്റ്റ് which shapes are divided into two equal mirror halves by dotted lines. Here is the page number 73. Page number 73. Page number 73. Page number 73 ലെ കുറേ അധികം ഇമേജസ് കൊടുത്തിട്ടുണ്ട്. അതിനെ നിങ്ങൾക്ക് ഡോട്ട് ഇട്ട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് ഒരു പേപ്പറിനകത്ത് ഒരു ഷേപ്പ് ആണ്. ദാറ്റ് ഈസ് this shape. This is the shape. Here dotted is like this. ഇങ്ങനെയാണ് ഷേപ്പ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് നമ്മൾ ഈ മടക്കിയാൽ, ഈ ഫോൾഡർ ഇങ്ങോട്ട് മടക്കിയാൽ, ഈ നൂത്ത് വെക്കുമ്പോൾ ഇതിന്റെ അതേ ഇമേജ്, അതായത് കണ്ണാടിയിൽ നമ്മൾ എങ്ങനെയാണ് മിറർ കാണുന്നത്, ഇതിന്റെ നടുക്കൊരു കണ്ണാടി വെച്ച് നോക്കിയാൽ ആ കാണുന്ന ഇമേജിന്റെ അതേ ഇമേജ് ആണോ ഇപ്പോഴത്തെ സൈഡിൽ കിട്ടുന്നതെന്ന് നോക്കാം. ഇവിടെ അങ്ങനെയല്ലേ കിട്ടുന്നത്? ഇതേപോലെ ഇതിന്റെ ഹാഫ് ഉള്ളത് പോലെ തന്നെയാണ് ഇതിന്റെ ഹാഫ് വരുന്നത്. ഓക്കെ, അപ്പം അത് മനസ്സിലായി. അതേപോലെ നിങ്ങൾ ഇതിനകത്ത് എല്ലാ പിക്ചേഴ്സും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, ഒരേ ഇമേജ് വരുന്ന ഏതൊക്കെയാണെന്ന്. ഫോർ എക്സാമ്പിൾ 1 മിറർ ഇമേജ് ആണ്. എക്സാമ്പിൾ 2 ഈ പിക്ചർ ഇതിന്റെ മിറർ ഇമേജ് അല്ല. 2 നോട്ട് 3 ഒരു ലീഫ് ആണ് തന്നിരിക്കുന്നത്. ലീഫിന്റെ ഡിഫറെന്റ് ഷേപ്പ് ഇരിക്കുക. ആ തന്നിരിക്കുന്ന ഷേപ്പ് ഇങ്ങനെ ലീഫ് കട്ട് ചെയ്തിട്ട് ഈ ഭാഗത്താണ്. അപ്പം ഇതിന്റെ മിറർ ഇമേജ് അല്ല ഇത്. അപ്പം തേർഡ് പിക്ചർ നോട്ട് ആൻ മിറർ ഇമേജ്. അടുത്ത ഫോർത്ത് പിക്ചർ ഈ ട്രീയുടെ അവിടെ കാണിച്ചേക്കുന്നുണ്ടോ? എന്താ അതിന്റെ പിക്ചർ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റിനകത്ത് നോക്കുക. ഓക്കെ, ഇതിനെ നിങ്ങൾ കട്ട് ചെയ്യേണ്ടത് ഇതേപോലെയാണ്. ഇത് ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഇമേജ് ആണ് ഇവിടെ കിട്ടുന്നത് ആണല്ലോ. അപ്പൊ ആ ഇമേജ് ഫോർത്ത് വൺ ഈസ് സെയിം ആസ് ദ മിറർ ഇമേജ്. അതേപോലെ ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് സ്റ്റാർ ഈസ് ഓക്കെ, ഇച്ചിരി കൂടെ സ്ട്രൈറ്റ് ആയിട്ടാണ്. ഇങ്ങനെ കട്ട് ചെയ്താൽ ഇതേ ഇമേജ് ആണ് ഇപ്പുറത്ത് കിട്ടിയത് ആണല്ലോ. അപ്പൊ ഇതിന്റെ മിറർ എഫക്റ്റ് ആണ്, മിറർ ഇമേജ് ആണ് ദിസ് സൈഡിൽ കിട്ടിയിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ ക്വസ്റ്റ്യൻ നമ്പർ 5 ഈസ് ഓൾസോ മിറർ ഇമേജ്. അപ്പോൾ അതേപോലെ ഏകദേശം 15 ക്വസ്റ്റ്യൻസ് ആർ there. You want to all these questions in your ടെക്സ്റ്റിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. നോട്ട്ബുക്കിലൊന്നും എഴുതണ്ട, നോട്ട്ബുക്ക് ഞാൻ നോട്ട്സ് തരാം. അപ്പോൾ അതനുസരിച്ച് നോട്ട് എഴുതിയാൽ മതി. അടുത്തൊരു മിറർ ഗെയിം കൊടുത്തിട്ടുണ്ട്. ഹിയർ ഈസ് എ പിക്ചർ ഓഫ് ഡോഗ്. ക്യാൻ യു സീ? ഡോഗിന്റെ പിക്ചർ ഉണ്ട്. യു ക്യാൻ പ്ലേസ് എ മിറർ ഓൺ ദ ഡോട്ടഡ് ലൈൻസ്. ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഡോട്ടഡ് ലൈൻസ് മിറർ വെച്ചിട്ട്
then the part of the dog to the right of the line will be hidden. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഇതേപോലെ ഈ മിറർ ഈ ഭാഗത്ത് വെച്ച് കഴിയുമ്പോൾ ഇപ്പത്തെ ഭാഗം കാണത്തില്ലല്ലോ. എന്താ കാണുന്നത്? ഈ മിററിന്റെ ഈ ഫ്രണ്ട് വശത്തിരിക്കുന്ന അതേ ഇമേജ് ഈ മിററിൽ കാണും. കണ്ടോ? മിററിന്റെ ഭാഗമാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ will be hidden behind the mirror. What you will see is like. എന്താ കാണുന്നത്? ആ ഡോഗിന്റെ പിക്ചറിന്റെ ഫ്രണ്ട് വശം അതേപോലെ തന്നെയാണ് കാണുന്നത്. അങ്ങനെ തന്നെ നമുക്ക് look at the figure in the white box. ഇതാണ് താഴെ വേറെ കൊടുത്തിട്ടുണ്ട്. ആ വൈറ്റ് ബോക്സിലെ ഡോട്ടഡ് ലൈൻസിലെല്ലാം മിറർ വെച്ചിട്ട് നിങ്ങൾ ഓരോന്നിൻ്റെയും മിറർ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. ഇതൊരു ഗെയിമാണ്, അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ ഇതിനകത്ത് ഒരുപാട് മിറർസ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഗെയിംസ് കൊടുത്തിട്ടുണ്ട്. അതിനെ നിങ്ങൾ ചെയ്ത് നോക്കണം. അതേപോലെ ഹാഫ് എ ടേൺ അതൊക്കെ ഞാൻ വാട്സപ്പിൽ ചെയ്തു തരാം. അത് ഇത് പിക്ചേഴ്സ് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് വരച്ച് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിങ്ങളത് വായിച്ച് നോക്കുക. ഫൺ ടൈമും ഗെയിമും ഒക്കെയാണ്. അതൊക്കെ ആക്ച്വലി നമ്മുടെ ലെസണിൻ്റെ ടോപ്പിക്കിലോട്ട് വന്നിട്ടില്ല, മിറർ ഇമേജുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് ഈ ലെസണിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് പോകാം. ടേൺസ്. അതായത് സപ്പോസ് എ എന്ന് പറയുന്ന ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ എ, ഇതിനെ ഞാൻ ഇത് നമ്മുടെ പ്ലസ് സൈൻ, ഇത് ആംഗിൾസ് ആണ്. ഇതിനെ ഞാൻ ഇത് എത്ര ഭാഗമാണ്? ഇത് ടോട്ടൽ എത്ര ഭാഗമുണ്ട്? 1 2 3 4 ടോട്ടൽ 4 ഭാഗം. ഇത് ഇത്രയെന്ന് പറയുമ്പോൾ 1/4 ഇത്രയെന്ന് പറയുമ്പോൾ ഹാഫ് ആയി 1/2. ഇത്രയും തിരിയുമ്പോഴത്തേക്ക് ഹാഫ് ആയില്ലേ 1/2. ഇത്രയും ഭാഗം എന്ന് പറയുമ്പോൾ 3/4. എത്ര ഭാഗമുണ്ട്? 1 2 3. ഈ ഭാഗത്ത് വരുമ്പോഴത്തേന് 3 എണ്ണം ആവത്തില്ലേ? അപ്പോൾ 4 ഭാഗത്തിൽ 3 എണ്ണം ആവും. ഇതാകുമ്പോഴത്തേനോ ഒരു ഫുൾ 1 ഫുൾ ആവും. അപ്പം ഇത്രയും കൂടെ വരുമ്പോഴത്തേന് 1 ഫുൾ ആവും. അപ്പോൾ ഇതിനെയാണ് ടേൺസ് എന്ന് പറയുന്നത്. ഇത് ടേൺസ് മീൻസ് ടേൺ ചെയ്യാം. അപ്പോൾ 1/4 ടേൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന സൂചി കറങ്ങി ഇവിടെ വന്ന് നിൽക്കാൻ ഈ സൂചി ഇങ്ങനെ ചലിച്ച് ഇവിടെ വരുമ്പോഴത്തേന് 1/4 ടേൺ. ഓക്കെ, സപ്പോസ് ഇൻ ദ ക്ലോക്ക് this is the minute hand or any hand. This handle or this needle rotate or turn. ഇങ്ങനെ കറങ്ങി ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന സൂചി ഇവിടെ വരുമ്പോൾ 1/4 turn. How many turns? 1/4 10. ഇനി ഈ സൂചി വീണ്ടും ഇങ്ങനെ കറങ്ങി ഇവിടെ വരുമ്പോൾ 1/2 turn. 1/2 turn. ഓക്കെ, ഇവിടെ വരുമ്പോൾ 1/2 turn. ഓക്കെ, ഇനി ഈ സൂചി വീണ്ടും കറങ്ങി ഇവിടെ വരുമ്പോൾ 3/4 turn. 3/4 turn. ഓക്കെ, ഇനി ഈ സൂചി വീണ്ടും കറങ്ങി വീണ്ടും നിന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുമ്പോൾ 1 turn. ഓക്കെ, 1 turn. അപ്പോൾ ഇവിടെ വരെ വരുമ്പോൾ ഹാഫ് 1/4 turn. This one half turn. This one 3/4 turn. This one 1 turn. Okay, understand? Then I turn this capital letter A 1/4 turn. I turn this capital letter A 1/4 turn. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതിനെ ഇങ്ങോട്ട് ഇരിക്കും. അപ്പോൾ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. This is the 1/4 turn. Next 1/2 turn. എങ്ങനെ വരും? വീണ്ടും ഇത് തലകുത്തി നേരെ ഹാഫ് തിരിക്കും. 1/10. 1/2 turn. Next 3/4 turn. വീണ്ടും ഇത് എങ്ങനെ ആവും? This is 3/10. ഇനി 1 full turn. 1 full turn means ഇത് ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ഇരുന്ന സാധനമല്ലേ, ഇത് നേരെ മൂരും. That is 1/full turn. 1 full turn ആകുമ്പോഴത്തേക്ക് ഇത് പഴയതുപോലെ തിരിച്ച് ആ പൊസിഷനിൽ വരും. മനസ്സിലായോ? അപ്പോൾ 1/4 ടേൺ എന്ന് പറഞ്ഞാൽ ഒന്ന് തിരിയും. 1/2 മീൻസ് നേരെ ഓപ്പോസിറ്റ് ആവും. 3/4 എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെ വന്ന് അങ്ങോട്ട് നിൽക്കും. 1 ഫുൾ ടേൺ ആകുമ്പോൾ തിരിച്ച് വീണ്ടും പഴയ ഷേപ്പ് വരും. ഇതാണ് ഫുൾ ടേൺ. ഇതാണ് ഇതുമായിട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇൻ ദിസ് ലെസൺ. ഓക്കെ, അപ്പം ടേൺസ് മനസ്സിലായോ? സപ്പോസ്
page number 79. Look, find out which letters. ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്കതൊക്കെ നോക്കാം. Find out which letter in the English alphabet look the same after half a day. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ കുറച്ച് ലെറ്റേഴ്സ് നോക്കിയിട്ട് അതിലെ ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് സെയിം ആഫ്റ്റർ ഹാഫ് എ ടേൺ, ഹാഫ് ടേൺ കഴിയുമ്പോഴത്തേന് സെയിം ആയിട്ട് വരുന്ന ഏതൊക്കെ ലെറ്റേഴ്സ് ആണെന്നാണ് നോക്കേണ്ടത്. സപ്പോസ് എ നോക്കുക, എയുടെ നമ്മളിവിടെ എഴുതി ഹാഫ് ടേൺ വരുമ്പോൾ സെയിം ആണോ നോക്കാം. ഫസ്റ്റ് ഇങ്ങനെ സ്ട്രേറ്റ് 1/4 ടേൺ ആണോ, ദിസ് വൺ 1/2. 1/2 മീൻസ് ദ ഹാഫ് ടേൺ, ഹാഫ് ടേൺ. അപ്പോൾ എങ്ങനെ വരും, ദിസ് വൺ. ഇത് രണ്ടും സെയിം ആണോ? നോ, അല്ല. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ? ബി, ബി നോക്കൂ, ബി, ബി ടേൺ half this one, no sorry 1/4 turn is this, and വീണ്ടും ഇത് ഇങ്ങോട്ടാവും. This is the 1/2. Is it same? 1/2 not same. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഏതാണ് നമുക്ക് 1/2 അല്ലെങ്കിൽ ഹാഫ് ടേൺസ് വരുന്നതെന്ന് നോക്കാം. എച്ചിനെ നിങ്ങൾ ഹാഫ് ഒന്ന് തിരിച്ചു നോക്കിക്കേ. എച്ച് ഇത് ഫുള്ളാണ്, സ്ട്രേറ്റ് ആയിട്ട് നിൽക്കുന്നു. ഇനി 1/4 ആകുമ്പോൾ എങ്ങനെ തിരിയും? ദിസ് സൈഡ്. ഓക്കെ, ആൻഡ് 1/2 ആകുമ്പോൾ വീണ്ടും ദിസ്. അപ്പം both are same. So first letter is H. Page number 79. Practice time questions. Practice questions. First one alphabets ആണ് H. Next question. Next one letter I. Suppose first letter I we got, next I. 1/4 turn this side and 1/2 turn വീണ്ടും ഇതിനെ തിരിച്ചിങ്ങനെ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ. സോ നെക്സ്റ്റ് ഈസ് I. അപ്പോൾ ഫസ്റ്റ് H, സെക്കൻഡ് ഈസ് I. ഓക്കെ, അപ്പോൾ ലെറ്റേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത ഒരു ലെറ്റർ നോക്കാം. ലെറ്റേഴ്സ് N. നെക്സ്റ്റ് ലെറ്റർ N. 1/4 ടേൺ ഈസ് ഇതിനെ ഇങ്ങോട്ട് തിരിക്കുന്നു, ഇങ്ങനെ തിരിക്കുന്നു. ദിസ് വൺ ഈസ് ദിസ്. വീണ്ടും ഒന്നുകൂടെ തിരിക്കുന്നു, this, that is this, and both are same. So next letter we got N, capital N. അപ്പോൾ ഹാഫ് ടേൺ ചെയ്തു കഴിഞ്ഞാൽ ഈക്വൽ സെയിം പിക്ചർ തന്നെ കിട്ടുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് which are they? That is the question. First letter we got H, and the second letter is I, and the next letter is O, and the next letter is S. Suppose S. Look, okay, next letter S. Yes. Then first 1/4 turn is ഇതിനെ വീണ്ടും ഇങ്ങനെ തിരിക്കുക. What is the shape? This is. And next വീണ്ടും തിരിക്കുക. 1/2 turn is this. ഇതിനെ വീണ്ടും നമ്മൾ ഇങ്ങനെ വെച്ചപ്പോൾ both are same. So next letter is yes. And the next letter is X. Suppose X. X നെ ഇതിനെ വീണ്ടും നമ്മൾ തിരിച്ചാൽ ഇങ്ങനെ ഇരിക്കും, വീണ്ടും തിരിച്ചാലും ഇങ്ങനെ ഇരിക്കും. So first and last is same. So first question, which are the letters same as half turns? Half turns that means 1/2 turns same as the given
once again zoom. Okay, zoom. Next വീണ്ടും തിരിക്കുന്നു zoom. Okay, ഇതിനെ ഇങ്ങനെ തിരിക്കുന്നു, വീണ്ടും ഇതിനെ ഇങ്ങോട്ട് തിരിക്കുന്നു. അപ്പോഴത്തേക്ക് എങ്ങനെയാവും? move. അപ്പോൾ ഈ ഇരിക്കുന്നതിനെ ഇങ്ങനെ തിരിച്ചു, ഇതെടുത്ത് ഇങ്ങനെ തിരിച്ചു zoom. ഇത് ഇങ്ങനെ ആയി. അപ്പോൾ വീണ്ടും ഇതിനെ ഇങ്ങനെ തിരിക്കുന്നു. ഇത് ഇങ്ങനെ തിരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാവും? ഇങ്ങനെ വെച്ച് നോക്കിക്കേ, ഇങ്ങനെ വെച്ച് നോക്കിക്കേ. അപ്പോൾ എങ്ങനെയാവും? ഇങ്ങനെ ഇരിക്കും അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഫസ്റ്റ് തെറ്റാണ്. അടുത്ത നോക്കാം മൗ. മൗ 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 MOW. ഇതിനെ ഫസ്റ്റ് ഹാഫ് ടേൺ എങ്ങനെയാവും? ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? ഇതിനെ ഇങ്ങനെ തിരിച്ചപ്പോൾ ഇങ്ങനെ ആയി. ഇനി വീണ്ടും ഇതിനെ ഒന്നുകൂടെ തിരിക്കാം. ഇതിനെ ഒന്നുകൂടെ തിരിക്കാം. അപ്പോൾ എങ്ങനെയാവും? മൗ. സോ ഹാഫ് ടേണിംഗ് സെയിം ആസ് ദ ഫസ്റ്റ് ഈസ് മൗ. ഫസ്റ്റ് സൂം ഇല്ല, മൗ ആണ് ഫസ്റ്റ് വേർഡ് വരുന്നത്. അടുത്ത നോക്കുക സ്വിംസ്. സ്വിംസ് നോക്കിക്കേ, സ്വിംസ് SWIMS. സ്വിംസ് ഫസ്റ്റ് 1/4 ടേം, അതായത് ഇതിനെ ഇങ്ങനെ തിരിക്കുക. അപ്പോൾ എസ് എങ്ങനെയാവും? എസ് ഇങ്ങനെ ആവും. സോറി, എസ് ഇങ്ങനെ ആവും. ഇങ്ങനെ നിങ്ങൾ വെച്ച് നോക്കിക്കേ, ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? അതേപോലെ ഇരിക്കും. ഓക്കെ, ആൻഡ് അഗൈൻ ഇതിനെ വീണ്ടും തിരിക്കുക. വീണ്ടും തിരിക്കുമ്പോൾ ഈ എസ് ഇങ്ങനെ ഇരുന്ന സാധനം, സോറി എസ് ഇങ്ങനെ ആയിരിക്കുന്നത്, ഇതിനെ വീണ്ടും ഇങ്ങനെ തന്നെ തിരിച്ചു വെക്കത്തില്ലേ? അപ്പോൾ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ സാധനം നേരെ ഇരിക്കുന്ന സാധനം നമ്മൾ ഇങ്ങനെ 1/4 ആവും. വീണ്ടും ഇതിനെ ഒന്നുകൂടെ തിരിക്കുമ്പോൾ SWIMS സ്വിംസ്. മനസ്സിലായോ? അപ്പോൾ ഇതിനെ ആദ്യം നേരെ ഇരിക്കുകയാണ്. ഇതിന് ഒരു റൗണ്ട് തിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും, വീണ്ടും ഒരു റൗണ്ട് തിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അതായത് 2 റൗണ്ട് തിരിച്ചെങ്കിൽ മാത്രമേ ഹാഫ് വരത്തുള്ളൂ. 2 ടൈംസ് തിരിക്കുമ്പോൾ സെയിം ആസ് ദ ഗിവൺ ആണെങ്കിൽ ഹാഫ് ടേണിംഗ് സെയിം ആണ്. സോ സിക്സ് അനദർ വേർഡ്. നെക്സ്റ്റ് ഈസ് സിസ്. സിസിനെ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ ഇങ്ങനെ ഒന്ന് തിരിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും? ഇതിനെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ SIS. ഇതിനെ വീണ്ടും ഒന്നുകൂടെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് വീണ്ടും നേരെ വരും. ഇത് മേളിൽ പോ SIS. കണ്ട? അല്ലെങ്കിൽ മിറർ വെച്ച് നോക്കിയാൽ മതി. ഒരു തവണ ഒരു സൈഡ് വെച്ചിട്ട് നോക്കിയാൽ മതി. അതായത് സാധാരണ നമ്മൾ മുമ്പേ പറഞ്ഞ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ. അപ്പോൾ അതെല്ലാം നമുക്ക് ഹാഫി. അപ്പോൾ സിസ് കിട്ടി. നെക്സ്റ്റ് ഈസ് നൂൺ. നൂൺ നൂൺ നൂൺ. നൂണിനെ ഒരു തവണ ഇങ്ങോട്ട് തിരിക്കണം. ഒരു തവണ തിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. 1/4 ടേൺ ആകുമ്പോൾ ഇങ്ങനെ ഇരിക്കും. വീണ്ടും ഒരു തവണ ഇവിടെ തിരിക്കുമ്പോൾ ഫസ്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കും. സോ നൂൺ ഈസ് ഓൾസോ ഹാഫ് സെയിം ആസ് ഇൻ ഹാഫ് ടേൺ. ഹാഫ് ടേണിംഗ്, അതായത് ഇത് 1/4 ടേൺ, ദിസ് ഈസ് 1/2 ടേൺ. ഓക്കെ, 1/4 ടേണിലും 1/2 ടേൺ, ദാറ്റ് ഈസ് ദ ഹാഫ് ടേൺ. ഹാഫ് ടേണിൽ സെയിം ആയിട്ടിരിക്കുന്ന വേർഡ്സ് ആണ് മൗ, സിസ്, സിസ്, നൂൺ. ദീസ് 4 വേർഡ്സ്. ഈ വേർഡ് വരില്ല. ഓക്കെ, മനസ്സിലായേ? അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ കിട്ടി. അടുത്ത തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Third question is that give half a turn to the number 0 to 9. Find which of them still look the same. That is the next number 0, 1, 2, 3. This third question. 4, 5, 6, 7, 8, 9. These 9 numbers are given. In these 9 numbers, which are the numbers being halfly turns get the same as the original number? Half turn തിരിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ നമ്പർ ആണ് ഒറിജിനൽ നമ്പറിന്റെ സെയിം ആയിട്ട് കിട്ടുന്നത് നോക്കാം. ഫസ്റ്റ് 0. 0 ഏത് ടേണിൽ തിരിച്ചാലും സെയിം ആണ്. സോ ഫസ്റ്റ് 0 കിട്ടി. 1 നെക്സ്റ്റ് നമ്പർ 1. 1നെ 1/4 ടേൺ, 1/2. ഓരോന്നായിട്ട് നോക്കാം. ആദ്യം 1 ഇങ്ങനെ ഇരിക്കും, പിന്നെ ഒന്നുകൂടെ തിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് രണ്ടും സെയിം. സോ 0 and 1 are halfly turned as same as its original number. Next 2. 2നെ ഫസ്റ്റ് ഇങ്ങനെ തിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും, വീണ്ടും തിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. സെയിം ആണോ? നോ, അല്ല. അപ്പോൾ ഇതില്ല. നെക്സ്റ്റ് 3. 3യെ ഇങ്ങനെ ഫസ്റ്റ് ടേൺ ഈസ് ദിസ്, വീണ്ടും തിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും, വീണ്ടും തിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. സെയിം ആണോ? നോ.
ഇങ്ങനെ ഇരിക്കും. നോട്ട് സെയിം. നെക്സ്റ്റ് 6 ഇങ്ങനെ ഇരിക്കും. വീണ്ടും തിരിച്ചാൽ ഇങ്ങനെ ഇരിക്കും. സെയിം ആണോ? നോ. 7 ഫസ്റ്റ് 1/4 ടേൺ അങ്ങനെ ഇരിക്കും. നെക്സ്റ്റ് എങ്ങനെ ഇരിക്കും? 7 അല്ലേ? നെക്സ്റ്റ് 8 ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങനെ ഇരിക്കും. വീണ്ടും തിരിച്ചാൽ ഇങ്ങനെ ഇരിക്കും. സെയിം അല്ലേ? അപ്പോൾ 8 ഈസ് ഓൾസോ സെയിം ആസ് ഇസ് ഹാഫ് ടേൺ ആസ് ഒറിജിനലുമായിട്ട് സെയിം ആയിരിക്കും. നെക്സ്റ്റ് 9 എങ്ങനെ ഇരിക്കും? 9 ഇങ്ങനെ ഇരിക്കും. ഒന്നുകൂടെ തിരിച്ചാൽ ഇങ്ങനെ ഇരിക്കും. സെയിം ആണോ? നോ. അപ്പോൾ which are the numbers which are the digits is same in half terms as is original numbers same ആയിട്ട് half terms ഇരിക്കുന്നത് 0 1 and 8. okay, അപ്പോൾ half term is same ആയിട്ട് ഇരിക്കുന്ന numbers 1 0 1 and 8. these are the numbers. okay, understand? Next question is 4. think of all 2 and 2 3 and 4 digit numbers which look the same on half term. 2 digit numbers 3 digit numbers 4 digit numbers ഏതൊക്കെയാണ്? എങ്ങനെയുള്ളത്? ഹാഫ് ടൈമിലും സെയിം ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാം ഹാഫ് ടൈമിൽ സെയിം ആയിരിക്കുന്ന ഡിജിറ്റ്സ് 0 1 8. ഇത് വെച്ചിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് 2 ഡിജിറ്റ്സിലും 3 ഡിജിറ്റിലും 4 ഡിജിറ്റ് ഒക്കെ സെയിം ആയിട്ട് ഇരിക്കുന്നത്. ഫസ്റ്റ് 2 ഡിജിറ്റ്. ദിസ് ഈസ് a question number 4. 2 digit numbers. 2 digit numbersലെ ഫസ്റ്റ് 1 1 എങ്ങനെ ഹാഫ് ടൈം എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും 88 അല്ലേ? ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് 3 digit numbers. അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്പേഴ്സിനെ തിരിച്ചെഴുതി നോക്കുക. ഇങ്ങനെ ഇരിക്കും. പിന്നെ എഴുതുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അടുത്ത 88 ഇങ്ങനെ ഇരിക്കും. തിരിച്ചെഴുതുമ്പോൾ ഇങ്ങനെ ഇരിക്കും അല്ലേ? വീണ്ടും സെയിം ആയി. അപ്പോൾ 11 88. ഇനി 3 digit numbers വരുമ്പോൾ 101 11 181 808 818 888. these are the 3 digit numbers. okay, right? 3 digit numbers ഏതൊക്കെയാണ്? ഫസ്റ്റ് 101 ആദ്യം ഫസ്റ്റ് ടേൺ ഇങ്ങനെ ഇരിക്കും. സെക്കൻഡ് ടേൺ ഇങ്ങനെ ഇരിക്കും. ഹാഫ് ടേൺ ഇതിരിക്കും. 1/4 ടേൺ this one and the 111 ഫസ്റ്റ് ടേൺ അതായത് 1/4 ടേൺ ഇങ്ങനെ ഇരിക്കും. ഹാഫ് ടേണിൽ വീണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കും. 181 അടുത്ത ടേൺ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. 808 ഫസ്റ്റ് ഹാഫ് 1/4 ടേണിൽ this one and the next ടേണിൽ വീണ്ടും തിരിയും. okay, next 818 first turn is this and the next turn is this. half turn is this and the last one is 818. first turn is this one, that is 1/4 turn is 888. the second turn is 888. this is the final. okay, about 3 digit numbers are that. next 4 digit numbers. 4 digit numbers question ചോദിച്ചിട്ടുണ്ടോ? yes, 4 digit numbers. 4 digit numbers are 1001 111 and 1881 8008 8118 8888. same. is it correct? ആണോ? എങ്ങനെയിരിക്കും? first turn this one and the second turn this one, same as the original. next this one and next turn this one. here 181 തിരിക്കുമ്പോൾ ഇത് നേരെ തലകുത്തിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? സെയിം ആണോ നോക്കിയാൽ മതി. ഹാഫ് ടൈം സെയിം ആണോ? തലകുത്തി നിന്നാലും അതേപോലെ ഇരിക്കുമോ എന്ന് നോക്കിയാൽ മതി. മിറർ വെച്ച് നോക്കുക. സെയിം ആയിട്ട് തോന്നുന്നതെങ്കിൽ അത് ഹാഫ് ടൈം ആണ്. അങ്ങനെയാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ. ഫസ്റ്റ് 8008 next this one and next and this one and this one. okay, all of you got the answers. and half turning, which are the digits? 2 digit 3 digit 4 digit numbers same as is the original. these are the 4 digit numbers. only ഓർത്ത് വെച്ചാൽ 0 1 8 മാത്രമേ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിൽ
ഒറിജിനൽ പിക്ചേഴ്സ്. പിന്നെ ലാസ്റ്റ് വരുന്നത് ലാസ്റ്റ് പിക്ചേഴ്സ്, അതായത് ദാറ്റ് ഈസ് ദിസ് വൺ. This one. This is the last picture. അപ്പോൾ ഈ 4 പിക്ചേഴ്സ് ആണ് ഇറ്റ്സ് ഹാഫ് ടേണിൽ സെയിം ആസ് ഇറ്റ്സ് ഒറിജിനൽ ആയിട്ട് വരുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, വരച്ചേക്കുന്ന പിക്ചേഴ്സ് ഇതിനകത്ത് വരച്ചേക്കുന്ന അത്ര ക്ലിയർ അല്ല, ടെക്സ്റ്റിനകത്ത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് കാണുന്നുണ്ടല്ലോ ഈ തന്നിരിക്കുന്ന പിക്ചേഴ്സിലെ ഹാഫ് ടേൺ. ഹാഫ് ടേൺ മീൻസ് പകുതി എടുത്ത് തല കുത്തി നിർത്തിയാൽ ഇതിനെ എടുത്ത് നേരെ തല തിരിച്ച് നിർത്തിയാൽ സെയിം ആയിട്ട് തോന്നുന്ന പിക്ചേഴ്സ് ഇത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലായല്ലോ? ഹാഫ് ടേൺ മീൻസ് ജസ്റ്റ് തല കുത്തി അങ്ങ് നിർത്തിയാൽ അതേപോലെ, അല്ലെങ്കിൽ ആ മിറർ ഇമേജിൽ കാണുന്നത് പോലെ ഇരിക്കും. നെക്സ്റ്റ് there is an activity for you. It's you can do it. That is windmill. കണ്ടിട്ടുണ്ടോ? Have you ever seen a windmill? What is it used for? എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? windmill എന്താണെന്ന് പറയാം, അറിയാമോ? What is windmill? Yes, windmill is it is a mill turned by the wind. Wind കാറ്റാടി യന്ത്രം, കാറ്റാടി എന്ന് കേട്ടിട്ടില്ലേ? കാറ്റടിക്കുന്നതനുസരിച്ച് തിരിയുന്ന ഒരു ഇതാണ് വിൻഡ് മിൽ. ഇൻ ഇറ്റ് the wind turns a set of vanes mounted on a horizontal shaft. ഒരു horizontal shaft. അപ്പോൾ ഇതെല്ലാം മനസ്സിലായില്ലേ? കാറ്റാടി യന്ത്രം എന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണ് വിൻഡ് മിൽ. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു വെയിനിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹൊറിസോണ്ടൽ ഷാഫ്റ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറിയ ബ്ലേഡുകൾ പോലെയുള്ള സാധനങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. അതാണ് വിൻഡ് മില്ല് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് കാറ്റടിക്കുമ്പോൾ ഇത് കറക്കില്ല, ഫാനിൻ്റെ ലീഫ് പോലെ ഇരിക്കും. കണ്ടിട്ടില്ലേ? ഓരോരുത്തരും നമ്മൾ തമിഴ്നാട് ഏരിയയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫാൻ പോലെ ഇരിക്കുന്നത്. ഇതിങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കും. അണ്ടർസ്റ്റാൻഡ്? ഈക്വലി ആയിരിക്കും. കണ്ടിട്ടുണ്ടല്ലോ? അപ്പൊ ഇതിങ്ങനെ കറങ്ങുന്നതനുസരിച്ച് ഇതിന്റെ ഗിയർ മാറുന്നതനുസരിച്ച് ഗിയർ ചേഞ്ച് ചെയ്ത് എനർജി കിട്ടുകയും അതുപയോഗിച്ച് നമുക്ക് മില്ലുകൾ പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതായത് നമുക്ക് കോൺസ് പൊടിപ്പിക്കാം, അതേപോലെ വെള്ളം പമ്പ് ചെയ്യാം, പിന്നെ വഴിയിലെ ലൈറ്റ്, വഴിയിൽ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ കത്തിക്കാം, പിന്നെ ഇൻഡസ്ട്രി നമുക്ക് കറണ്ട് വരെ ഉൽപ്പാദിപ്പിക്കാം. വിൻഡ് മില്ലിന് പ്രത്യേകത ഇത് കറങ്ങുന്നതനുസരിച്ച് എനർജി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഉണ്ടാക്കുന്ന, അതായത് പമ്പരം പോലെ വരുന്ന ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്തു നോക്കുക. Does your windmill look the same on a turn? On a turn. On a turn means ഒരു full turn സെയിം ആണോ എന്നാ ചോദിച്ചിരിക്കുന്നത്. ഫുൾ ടേൺ ആണോ? ഇതിങ്ങനെ എന്നാ ഒറ്റ കറക്കത്തിൽ ഒരു കറക്കം കറക്കി കഴിഞ്ഞാൽ ഇത് വീണ്ടും തിരിച്ചിവിടെ തന്നെ വരത്തില്ലേ? ഇത് ആദ്യത്തെ കറക്കത്തിൽ ഇത് ഇവിടെ വരും, രണ്ടാമത്തെ കറക്കത്തിൽ ഇവിടെ വരും, മൂന്നാമത്തെ കറക്കത്തിൽ ഇവിടെ വരും, നാലാമത്തെ കറക്കത്തിൽ തിരിച്ച് അതേ പൊസിഷനിൽ പോകുമ്പോൾ ഒരു ഫുൾ ടേൺ ഇത് പഴയ പൊസിഷനിൽ റീച്ച് ചെയ്യും. So yes, it is. Yes, the windmill is same as on its first look. Okay, same on the first turn. Next, does it look the same on half turn? Half turn is same ആണോ? Half turn is same ആണോ? നോക്കാം. അപ്പോൾ സപ്പോസ് ഇത് നല്ലതായിട്ടൊന്ന് വരച്ചു കഴിഞ്ഞാൽ page number 81. Question: does your windmill look the same 1/4 of a turn? 1/4 of a turn ile 1/4 of a turn ile same ആണ്. 1/4 എന്ന് പറയുമ്പോൾ ഇത് കറങ്ങി ഇവിടെ വരുന്നു, ഇത് ഇങ്ങോട്ട് വരുന്നു, ഇത് ഇങ്ങോട്ട് പോകുന്നു, ഇത് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ 1/4 സെയിം ആണ്. സെയിം ഇൻ 1/4 and 1/2. 1/2 സെയിം ആണോ? ആണ്. 1/2 എങ്ങനെ? ഇത് ഇങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് വരുന്നു, അങ്ങനെ തിരിച്ച് സെയിം പൊസിഷനിൽ ഇരിക്കും. സോ യെസ്, ഇറ്റ് ഈസ് സെയിം ഓൺ ഹാഫ് ടേൺ. സോ ഇറ്റ് ഈസ് സെയിം ഓൺ ഹാഫ് ടേൺ.
Practice time. Among the following shapes, find out which one would look like the same after 1/4 turns. First is this picture. Can you see this picture? Yes, this one. Okay. First 1/4 tail same ആയിട്ട് തോന്നുന്ന picture. ഈ picture is not an equilateral triangle, is an isosceles triangle. Both അപ്പോൾ ഇത് same ഇതിലെ ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ 1/4 ൽ ചേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. 1/4 ൽ same ചേഞ്ച് ചെയ്താൽ same as this one. ഇത് രണ്ടും same ആണോ? No, it is not. And the second one is ഈ picture. This picture, that is okay, this picture. ഈ picture 1/4 ൽ same ആയിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ നോക്കിക്കേ. ഇത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ same ആണോ? ഇങ്ങനെ വെച്ചാൽ 1/4 full turn. ഇത് ഇങ്ങനെ half തിരിച്ച് ഈ മേളിൽ ഇരിക്കുന്ന ഇങ്ങോട്ട് ആയി കഴിയുമ്പോൾ 1/4 ഇങ്ങനെ ആയി കഴിഞ്ഞാൽ 1/2 ഇങ്ങനെ ആയി കഴിഞ്ഞാൽ 3/4 വീണ്ടും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ full. അപ്പോൾ ഇത് 1/4 ആക്കി നോക്കിയാൽ എന്ത് ചെയ്യണം? ഈ മേളിലെ ടോപ്പ് ഇങ്ങനെ ആക്കി നോക്കുക. അപ്പോൾ ഈ പിക്ചർ സെയിം ആയിട്ടാണോ തോന്നുന്നത്? നോ. അപ്പോൾ ഇത് 1/4 ലെ not same. Next one 3 4 5 6. Here is some pictures are given here. നിങ്ങൾ നോക്കുക. Third one is this one. ഇത് ഇങ്ങനെ എടുത്ത് തിരിച്ച് വെച്ച് നോക്കിയേ, സെയിം ആണോ? ഇങ്ങനെ ഇരിക്കുന്ന പിക്ചർ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ സെയിം ആണോ? നോ. അടുത്ത പിക്ചർ നോക്കിയേ, 4 സ്ക്വയർസ്, this 4 squares. സോ ഇതിനെ ഇങ്ങനെ ഇരിക്കുന്നതിനെ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആസ് ദ ഗിവൺ. ഇങ്ങനെ നിങ്ങൾ ടെക്സ്റ്റ് തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ സെയിം ആയിട്ട് തന്നിരിക്കുന്നത് ഒറിജിനലി തോന്നുന്നത് ഏതാണെന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ഒറിജിനൽ. ദാറ്റ് ഈസ് 4 6 8. 4 6 8. These are the pictures same as 1/4 turn. 1/4 turn ൽ same ആയിട്ട് തോന്നുന്ന pictures numbers is that 4 6 and 8. 4 6 8 ആണ് തന്നിരിക്കുന്നത്. Next question number B. The shapes in such a way that the new shape remains the same on giving it a half turn. Okay, here is some pictures are given. In half turning, which are the pictures same as the original? That is, try and change the shapes in which a half. ഇതിനെ നിങ്ങൾ half turning same ആക്കാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു തവണ തിരിച്ചാൽ ഇങ്ങനെ ഇരിക്കും. And the half turn ആകുമ്പോൾ ഇങ്ങനെ ഇരിക്കും. So change this picture as same in half turn is turn ചെയ്ത same ആയിരിക്കുന്ന എങ്ങനെ നോക്കാം? Suppose this one. ഇതിനെ ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇതിനെ ഇങ്ങനെ തിരിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും? In this case. We again ഇത് 1/4 turn. Next 1/2 turn. How to got that same as the? But we extended the first picture on below or lower part of that circle as the above. അത് മേളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം സ്ക്വയറിന്റെ അതേപോലെ ഒരു ഷേപ്പ് താഴെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് റൊട്ടേഷനിൽ സെയിം ആയിരിക്കും. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ഈ പിക്ചേഴ്സ് എല്ലാം ഒന്നും വരയ്ക്കാൻ കഴിയില്ല. നെക്സ്റ്റ് നിങ്ങൾ നോക്കുക. അപ്പോൾ ഹാഫ് ടേണിങ്, ആദ്യത്തെ ടേണിങ് എങ്ങനെ ആവും? ഇങ്ങനെ വരും, ഇതിങ്ങനെ പോവും, അടുത്ത ഇവിടെ വരും, ഇവിടെ വരും, ഇവിടെ വരും. അടുത്ത ടേണിങ് എങ്ങനെ പോവും? This one and this one. അപ്പോൾ ഇവിടെ ഒരു 0 കൊടുത്തു കഴിഞ്ഞാൽ ആ 0 കൂടി ഇതിന്റെ കൂടെ എല്ലാം പോകത്തില്ലേ? അപ്പോൾ ഹാഫ് ടേണിങ് സെയിം ആകണമെങ്കിൽ ഇത് 1/4 ടേൺ ആണ്. അടുത്ത ഫുൾ ഹാഫ് ടേണിൽ സെയിം ആകണമെങ്കിൽ ഫുൾ or another circle will added to that picture. And same as the balance question, there are 1 2 3 pictures are there. You want to modify that pictures for getting the as the same pictures in its half turn. Okay, then I will wind up my class today's class, and we will continue the balance on next episode. Okay, ഇത്രയും നിങ്ങൾക്ക് നോട്ട്
തരുമ്പോൾ എഴുതി നോക്കുക. ഇത് ചെയ്യാനുള്ള പിക്ചേഴ്സ് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ടെക്സ്റ്റിനകത്ത് ചെയ്ത് നോക്കുക. ബാക്കി നോട്ട് തരുന്നത് മാത്രം നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, സീ യു.